KSRTCയിൽ മാർച്ച് മാസത്തെ രണ്ടാം ഗഡു ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധം കടുപ്പിച്ച യൂണിയനുകൾ. ഏപ്രിലിലെ ശമ്പളം അടുത്ത മാസം 5-ന് മുൻപ് ഒരുമിച്ച് കിട്ടിയില്ലെങ്കിൽ മെയ് 8-ന് പണിമുടക്കുമെന്ന് BMS യൂണിയൻ അറിയിച്ചു. യൂണിയനുകൾ വസ്തുതയറിയാതെയാണ് പ്രതിഷേധിക്കുന്നതെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു മറുപടി നൽകി. മാർച്ച് മാസത്തെ ആദ്യ ഗഡു ശമ്പളം മാത്രമാണ് ജീവനക്കാർക്ക് നൽകിയിരിക്കുന്നത്. വിഷു റംസാൻ കാലമായിട്ടും ബാക്കി ശമ്പളം വൈകിയതോടെ യൂണിയനുകൾ പ്രതിഷേധം കടുപ്പിച്ചു. ഏപ്രിലിലെ ശമ്പളം അടുത്ത മാസം 5-ന് മുമ്പ് ഒരുമിച്ച് കിട്ടിയില്ലെങ്കിൽ മെയ് 8-ന് പണിമുടക്കുമെന്ന് BMS യൂണിയൻ അറിയിച്ചു. എങ്ങനെയാണോ ഗവൺമെന്റ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്, അതേ മാതൃകയിൽ KSRTCക്കാരനും ജോലി ചെയ്ത പണം അതിങ്ങനെ അരയും മുക്കാലും കാലുമാക്കാതെ മുഴുവനും നൽകണമെന്നാണ് പറയുന്നത്. അത് നടക്കാത്ത പക്ഷം അടുത്ത മാസം 5-ാം തീയതി കൃത്യമായി ശമ്പളം കൊടുത്തില്ല എങ്കിൽ എംപ്ലോയീസ് സംഘ് 8-ാം തീയതി പണിമുടക്കിലേക്ക് പോവുകയാണ്. ഭരണപക്ഷ യൂണിയനായ CITUവും കോൺഗ്രസ് അനുകൂല TDFും സംയുക്തമായി ചീഫ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധിച്ചത്. കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റ് ആണെങ്കിൽ ഈ മാസവും 40 കോടി രൂപ KSRTCക്ക് വേണ്ടി നൽകി കഴിഞ്ഞു. എന്നിട്ടും പണം നൽകാൻ കഴിയാത്ത നിലയിലേക്ക് KSRTC തകർച്ചയാണ് എങ്കിൽ അതിൻ്റെ ഉത്തരവാദി മാനേജ്മെന്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ KSRTC തൊഴിലാളികൾക്ക് ശമ്പളവും അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത ആളുകൾക്കുള്ള പെൻഷനും അടിയന്തരമായി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഐക്യ സമരം രൂപപ്പെട്ടിട്ടുള്ളത്. BMS യൂണിയൻ തമ്പാനൂരിൽ പട്ടിണി സമരമിരുന്നു. വിഷുവിന് മുമ്പ് രണ്ടാം ഗഡു ശമ്പളം പ്രതീക്ഷിച്ച KSRTC ജീവനക്കാർക്ക് നിരാശയായിരുന്നു ഫലം. 230 കോടി രൂപ മാർച്ച് മാസം വരുമാനമായി ലഭിച്ചിട്ടും ജീവനക്കാർക്ക് ദുരിതം മാത്രമാണെന്നാണ് യൂണിയൻ ആക്ഷേപം. 15-ാം തീയതിക്ക് ശേഷമാണ് രണ്ടാം ഗഡു നൽകേണ്ടത്. സർക്കാർ ഫണ്ട് അനുവദിച്ചാൽ ശമ്പളം നൽകുമെന്ന് മന്ത്രി ആന്റണി രാജു പ്രതികരിച്ചു. സർക്കാർ സഹായമായി 50 കോടി രൂപ മാനേജ്മെന്റ് ചോദിച്ചെങ്കിലും ധനവകുപ്പ് ഇതുവരെയും തീരുമാനമെടുത്തില്ല. അത് കിട്ടിയാലേ ബാക്കി ശമ്പളം വിതരണം ചെയ്യാനാകൂ എന്നാണ് മാനേജ്മെന്റിന്റെ നിലപാട്. നന്ദകുമാർ, News 18, തിരുവനന്തപുരം.